നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും അപ്ഡേറ്റ്സും ഉടൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതേപോലെ തന്നെ എയിം സ്റ്റഡീസിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്തുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: അടുത്ത LP-UP പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മലയാളം പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമാണോ എന്നുള്ളത്. ആണോ? നിങ്ങൾക്കറിയാവോ? അത് കഴിഞ്ഞ തവണ ഇതേപോലെ വന്നിരുന്നു അല്ലെ. മലയാളം പഠിച്ചിട്ടില്ല, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വന്നു. പിന്നീട് അത് ഓപ്പൺ ആക്കി കൊടുക്കുകയും ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് വലിയൊരു സംശയമായി തന്നെ മനസ്സിൽ നിൽക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, അടുത്ത LP-UPയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് എന്തിനാണ്? കഴിഞ്ഞ LP-UP അല്ലെങ്കിൽ കഴിഞ്ഞ LPSA നിരവധി ജില്ലകളിൽ 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ പഠിക്കണോ എന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ മനസ്സിലെ സംശയം അല്ലെ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിയമനം ലഭിക്കും, അതിന് ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ പറയുന്ന റിട്ടയർമെന്റ് സമയമാണ്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് ഈ കാലഘട്ടത്ത് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും. റിട്ടയർമെന്റ് വേക്കൻസികൾ വരുന്നുണ്ട്. അതുകൂടാതെ അധിക തസ്തികകൾ നിർണ്ണയിക്കാനുള്ള നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമന സാധ്യതകൾ ഇനി കൂടും, അത് ടെൻഷനേ അടിക്കേണ്ട. ഓക്കെ, പക്ഷെ അടുത്ത LP-UPക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചാൽ ഉറപ്പായും ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. സോ നിങ്ങൾ LP-UP ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോഴേ പഠനം ആരംഭിക്കുക. ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് സ്വപ്നം കണ്ടു തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ LP-UPയുടെ ലോങ് ടേം ബാച്ചുകൾ ഇത് ആരംഭിക്കുകയാണ്. മെന്റർഷിപ്പോട് കൂടി വരുന്ന ബാച്ചാണ്. കഴിഞ്ഞ LP-UPയിൽ 1000-ലധികം ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ കുറെ കൂടെ ഗ്രേഡപ്പ് ആയ ക്ലാസ്സുകളോടൊപ്പം ആരംഭിക്കുന്ന പുതിയ മെന്റർഷിപ്പ് ബാച്ചുകളാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഫീസാണ്. ഇപ്പോഴാണെങ്കിൽ പഠനം ആരംഭിക്കാൻ പറ്റിയ സമയമാണ് നമുക്ക്. സോ ഉടൻ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ LP-UPക്ക് അപ്ലൈ ചെയ്യാൻ മലയാളം നിർബന്ധമാണോ എന്നുള്ള അപ്ഡേഷൻ ഒന്ന് നോക്കിയാലോ. തോൽവിധിയിൽ വന്നിട്ടുള്ള ഒരു QA സെഷനിലുള്ള ഒരു ചോദ്യമായിരുന്നു. മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് മാത്രമേ UP സ്കൂൾ തസ്തികയിൽ അപേക്ഷിക്കാൻ കഴിയൂ എന്നുണ്ടോ? ഈ തസ്തികയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തെല്ലാമാണ്? അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആദ്യം തന്നെ തരാം. എന്താണ് LP-UP പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം യോഗ്യത എന്നുള്ളത്? TTC ഓർ B.Ed കംപ്ലീറ്റ് ആയിരിക്കണം, കാറ്ററ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ. +2 വിത്ത് TTCയോ ഡിഗ്രി വിത്ത് TTCയോ ഉണ്ടാവണം, ഒപ്പം കാറ്ററ്റ് 1 അല്ലെങ്കിൽ 2. ഓക്കെ, ദെൻ 3ന്റെ കാര്യം ഇപ്പൊ നിലവിൽ നമുക്ക് പറഞ്ഞിട്ടില്ല, എങ്കിലും അപ്ഡേഷൻ വരാം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സ്പെസിഫൈ ചെയ്യാത്തത്. ഓക്കെ, ദെൻ B.Ed ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഡിഗ്രി വിത്ത് B.Ed പ്ലസ് കാറ്ററ്റ്, ഇതാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ആദ്യത്തെ ചോദ്യം മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് മാത്രമേ UP സ്കൂൾ അധ്യാപനം എന്നുള്ളത് നടക്കുള്ളൂ എന്നുള്ളതാണ്. SSLCക്ക് പാർട്ട് 1ലോ 2ലോ മലയാളം പഠിക്കാത്തതോ പഠന മാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിൽ അപേക്ഷിക്കാൻ അർഹരല്ല. വിജ്ഞാപനത്തിൽ PSC ഇക്കാര്യം വ്യക്തമാക്കാറുണ്ട്. കഴിഞ്ഞ തവണത്തെ വിജ്ഞാപനത്തിൽ വ്യക്തമായി തന്നെ അത് നൽകിയിരുന്നു. ഓക്കെ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ലെങ്കിലും ബിരുദാനന്തര അധ്യാപക ട്രെയിനിങ് യോഗ്യതാ തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കേരളത്തിലെ റെഗുലർ കോഴ്സുകൾ വഴി മലയാളം ഒരു ഭാഷയായി പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ തടസ്സമുണ്ടാകുകയില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണ ഇതേപോലെ ആയിരുന്നു. LP-UP അപേക്ഷ അയച്ചു കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം സെക്കൻഡ് ടൈം, അതായത് മലയാളം പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി സെക്കൻഡ് ടൈം സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് പിന്നീട്, അതായത് പ്രൊബേഷൻ പീരീഡിൽ തന്നെ എന്ത് ചെയ്താൽ മതി, ഒരു ബ്രിഡ്ജ് കോഴ്സ് വഴി ഈ പറയുന്ന മലയാളത്തിൻ്റെ ഒരു ചെറിയൊരു എക്സാം ക്വാളിഫൈഡ് ചെയ്താൽ മതി എന്നൊരു നിബന്ധനയോടുകൂടി സെക്കൻഡ് ടൈം എന്ത് ചെയ്തിരുന്നു, സൈറ്റ് ഓപ്പൺ ചെയ്യുകയും അപേക്ഷിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ സമയത്ത്. ഇനി അടുത്തതിലും അങ്ങനെ വരും എന്ന് ഞാൻ ഉറപ്പ് പറയല്ല, പക്ഷെ അങ്ങനെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ മലയാളം എന്നുള്ളതൊന്നും മുൻപിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, ഈ പഠനം മാറ്റി വെക്കരുത്. ഉടനെ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾക്ക് ഈ പറയുന്ന 2026 ഡിസംബറോടുകൂടി എന്താണ് 2026 ഡിസംബറോടുകൂടെ തന്നെ നമ്മുടെ LP-UPയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിച്ചാലേ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കൂ. നല്ലൊരു റാങ്കിലേക്ക് എത്തിയാൽ ഇനി നിയമനം നമുക്ക് ലഭിക്കൂ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് പെട്ടിട്ട് ഇന്ന് വരും നാളെ വരും നിയമന ശുപാർശ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയല്ല. നല്ലൊരു റാങ്കിലേക്ക് എത്തിയാൽ എത്രയും പെട്ടെന്ന് നിയമനം ലഭിക്കുക, സേഫ് ആവുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മുടെ സ്വപ്നം. അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് നിങ്ങൾക്കായി വെയിറ്റിംഗ് ആണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.